ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെയ്യപ്പമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ് കുതിർക്കാൻ എടുത്തിട്ടുള്ളത്. ഇത് 4 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. ഇനി അതിലേക്ക് വേണ്ടി ചോറാണ്. ഞാനിപ്പം അതേ കപ്പിൽ തന്നെ ചോറ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് കുറഞ്ഞാലും കൂടി പോകരുത്. ഈ ചോറും കൂടി ഇതിൽ ചേർത്ത് ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 വെളുത്തുള്ളിൻ്റെ അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 3 ഇപ്പോൾ 4 വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അരിനേക്കാട്ടിയും കുറച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിപ്പോകരുത്. കൂടിക്കഴിഞ്ഞാൽ ലൂസായി കഴിഞ്ഞാൽ അപ്പം നന്നായി കിട്ടില്ല. ഇനി നല്ലപോലെ ഇത് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ. നല്ലൊരു പാകത്തിനുള്ള കട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. മാവ് ലൂസായി കഴിഞ്ഞാൽ അപ്പം നല്ലപോലെ എണ്ണ കുടിക്കും. പിന്നെ കട്ടി ആയിക്കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ഉള്ളിൽ വേവും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയല്ല നല്ല ലൂസും അല്ലാത്ത ആ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ അതുപോലെ തന്നെ നല്ലപോലെ ചൂടാവരുത്. എണ്ണ ഒരു മീഡിയം ഇതിൽ ചൂടാകുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ചുടുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പത്തിൻ്റെ 2 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ അപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ല തോട് ഉള്ളിലൊന്നുമില്ല, നല്ലൊരു സ്പോഞ്ച് ആയിട്ടുള്ളൊരു അപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.